ജയിൽ ചാടിയോ? ഭയങ്കര കൊള്ളക്കാരാണ്. അവനെ വിടരുത്. അയച്ചിട്ട് ഉത്തരവ്. അന്ന് നീ വലിച്ചെറിഞ്ഞ തോക്കാണിത്. ഇത് നീ വീണ്ടും പിടിക്കേണ്ടി വരുമെന്ന് ഞാൻ അന്നേ പറഞ്ഞു. പഠിക്കേ. ഇനിയെങ്കിലും ഞങ്ങളുടെ കൂടെ വരൂ. നമുക്ക് തിരിച്ചു പോകാം. ഇല്ല, അവൻ എന്നെ വലിച്ചു. അവന്റെ മരുമകനെ രക്ഷിക്കാൻ ഞാൻ അവനെ വെറുതെ വിടില്ല. അവന്റെ കുടുംബം ഞാൻ തുലയ്ക്കും, ഒന്നോടെ ചുട്ടരിക്കും. എന്നിട്ട് വരാം. ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾക്കുള്ള സൽപ്പേരും സ്വാധീനവും ഈ പരീക്ഷണം മൂലം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു കുറ്റവാളിയെ തുറന്ന ജീവിതത്തിലേക്ക് കെട്ടഴിച്ചുവിട്ട നിങ്ങൾ നിയമത്തെ ദുരുപയോഗപ്പെടുത്തുകയായിരുന്നു. സാർ, എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഞാൻ ഒഴിയുന്നില്ല. പക്ഷേ എന്റെ പരീക്ഷണം ഒരു പരാജയമായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടില്ല? തുറന്ന ജീവിതത്തിനും അയാൾ കൊല ചെയ്തു, ജയിൽ ചാടി. അയാൾ കൊല ചെയ്ത സാഹചര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിന്റെ ആവശ്യമില്ല. അയാളെ കസ്റ്റഡിയിലെടുത്താൽ മാത്രം മതി. ആ ജോലി നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. യെസ് സർ. കൊള്ളക്കാരനെ ഒരിക്കലും തിരുത്താനാവത്തില്ല. എന്തോ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു. അവന് നമ്മളോടാണ് ദേഷ്യം. അങ്ങനെ പേടിച്ചാ ജീവിക്കാൻ നോക്കൂ. എന്നാലും നീ ഒന്ന് വെറുതെ ഇരിക്കെ. കുറെ സ്വസ്ഥത കിട്ടട്ടെ. എവിടെയാണ് കുഴപ്പം സംഭവിച്ചതെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യണമെന്നും എനിക്കറിയാം. മനസ്സിനൊരു സമാധാനവുമില്ല. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം നമ്മുടെ ദോഷകാലം കൊണ്ടാണെന്ന്. നമ്മുടെ കുലക്ഷേത്രത്തിലൊന്ന് പോയിട്ട് എത്ര കാലമായി. അവിടെ ഒരു അന്ത്യത്തിരി കത്തിക്കാൻ ഇവിടെ ആരുമില്ല.
നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ വരെ ഒന്ന് പോയാലെന്താ? ശരി, പോകാം. ഇനി അതുകൊണ്ടൊരു കുഴപ്പം വന്നു എന്ന് വേണ്ട. घोड़े को पकड़ो, पाँव पर रखो। जाओ गंगा, बेगम बो। നിനക്കിങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. തള്ള ചൊല്ലി കേൾക്കാത്ത വവ്വാലെ തല കീഴ. എന്റെ മോനെ നോക്ക്. ഈ അച്ഛൻ തുടങ്ങി. ഞാൻ പറയുമ്പോഴാണ് നിനക്ക് വേദന. വെടിയുണ്ടെങ്കിൽ വേദനയില്ല. ഇത് എങ്ങനെ കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചത്. അച്ഛനെ അനുസരിച്ച് കൊള്ളാവുന്നൊരു വീട്ടിൽ നിന്ന് 1 ലക്ഷം രൂപ സീതനവും വാങ്ങി ഒരു പെണ്ണിനെ കെട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നോ? അച്ഛൻ എന്റെ അസുഖം അറിയാൻ വന്നാണോ അതോ? എനിക്കെന്റെ അസുഖം അറിയണ്ട. ഇത് അറിഞ്ഞപ്പോഴെങ്കിലും 4 വാക്ക് ചോദിക്കാവുന്ന രീതി വന്നതാ. ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക് എത്ര രൂപ സീതനം അറിയാമോ? എനിക്കറിയത്തില്ല. 10 ലക്ഷം രൂപ. അങ്ങനെ പറഞ്ഞോട്ടെ രാമേന്ദ്രൻ മോൻ. വല്ലതും പറ്റിയോ? നിനക്ക് വലിയ ബുദ്ധിയാ. വല്ല രാഷ്ട്രീയ പാർട്ടിയിലും പോയി ചേർന്നൂടായോ? ഞാൻ ഞങ്ങളുടെ പാർട്ടിയുടെ പെരുന്നാട് മണ്ഡലം സെക്രട്ടറി ആയിപ്പം. പിന്നെ പറയുന്നത് കേട്ടൊക്കെ നടന്ന എന്നെ ജില്ലാ സെക്രട്ടറി ആക്കാമെന്ന് നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവൻ എവിടെയെങ്കിലും ഒക്കെ എത്തും. ഇത് പോക്ക. അമ്മാവ കാപ്പി. അവിടെ വെച്ചേക്ക്. ഊണ് കഴിച്ചിട്ട് പോയാ മതി. എനിക്ക് നിങ്ങളുടെ ഊണൊന്നും വേണ്ട. ഉണ്ടാൽ തീരുന്ന ദുഃഖമല്ല എന്റേത്. കൈക്ക് ഒരാപത്തും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ആപത്തുണ്ടായാൽ എനിക്കെന്താ? ഇവനെ ഞാൻ അന്നേ കളഞ്ഞതാ. രൂപ 1 ലക്ഷമായി എനിക്ക് പോയത്. ഈ അച്ഛൻ എപ്പോഴും ഇത് തന്നെ പറച്ചില്. സ്ത്രീധനം വാങ്ങാതെ കെട്ടണമെന്നാ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം. എന്ത് പറഞ്ഞാ? ആ പാർട്ടി നിനക്ക് വേണ്ട. അയ്യോ അച്ഛൻ, അത് പറച്ചിലേ ഉള്ളൂ. പ്രതിജ്ഞ എടുത്ത നേതാക്കളെല്ലാം കെട്ടിയിരിക്കുന്നത് എസ്റ്റേറ്റും കാറും ബംഗ്ലാവുകളും ഉള്ളിടത്തുന്ന. അത് കൊള്ളാമല്ലോടാ. ആ. ആ പാർട്ടിയിൽ എനിക്കും ചേരണം. ഒക്കത്തില്ല. അച്ഛൻ മൂത്തുപോയി. മൂത്തോ? ഞങ്ങളത് ഊത്തു യുവജന പാർട്ടിയാ. അച്ഛനും മോനും ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല, ഉണ്ടേച്ചേ പോകുന്നുള്ളൂ. എന്തിനാ ഊണ് മാത്രമാക്കുന്നത്? ശാലം നെല്ലിക്കാത്തോളം വെച്ച് കുളിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിട്ട് പോയാൽ മതി. നീ മതി. താമസിയാതെ നിനക്ക് നെല്ലിക്കത്തോളം വെക്കുന്നുണ്ട്. എടാ ചവി, നിനക്ക് ആ ചായ എങ്കിലും മേടിച്ചു കുടിക്കായിരുന്നില്ല? ഓ, ചായ കുളിച്ച് ഉണ്ടിട്ട് വാ. കുടിച്ച് ഉണ്ടേച്ച് എനിക്കാ. ബിജു, ഒരു ഗുഡ് ന്യൂസ്. എന്റെ അച്ഛൻ എനിക്ക് മോട്ടോർ ബൈക്ക് വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോളേജിലാകുമ്പോ അച്ഛൻ എനിക്ക് കാറ് വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാം കേട്ടോ. എന്തിന്? എനിക്ക് ഡ്രൈവിംഗ് അറിയാമല്ലോ. എന്നത് നോട്ടിക്ക്. എന്താ കണ്ടോ?